ഇന്നത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ട ഇടവകയിൽ നിങ്ങൾ ഓരോരുത്തരോടും ഒത്തിരിയേറെ സ്നേഹത്തോടെ നൽകിയ സ്വീകരണത്തിനും അതോടൊപ്പമുള്ള പ്രാർത്ഥനയുടെ ആ ഉറപ്പിനും ഏറ്റവും ഹൃദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ ഇടവകയിലെ ഏതാനും നാളുകൾ ഞാൻ വളരുകയും പ്രത്യേകിച്ച് സെമിനാരിക്കാരൻ എന്ന നിലയിലും അതിനു മുമ്പ് ഈ ഇവിടുത്തെ സൺഡേ സ്കൂളിലും ഒക്കെ വിദ്യാർത്ഥിയായിരിക്കുകയും ഈ ഇടവക ജനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപയാലെ അഭിനയ പൗത്തിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ദൈവം ഭാഗ്യം നൽകി. നിങ്ങളുടെ പ്രാർത്ഥന നിരന്തരം ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം 20 ഇപ്പോൾ തിരുപ്പട്ടം സ്വീകരിച്ചിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞ് ഈ വർഷക്കാലം മുഴുവൻ നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും കൂടെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലവും കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ ദൈവാനുഗ്രഹം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഞാൻ നിങ്ങളോടേറെ കടപ്പെട്ടിരിക്കുന്നു. ഇടവക ദിനമായിട്ട് ആചരിക്കുകയും അതോടൊപ്പം തന്നെ നാളെ മുതലുള്ള ദിവസങ്ങളിൽ ഒരു ഇടവക നവീകരണം പ്രകാരം ആത്മീയമായ രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനായിട്ട് ഉള്ള പരിശ്രമവും പ്രിയപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാ കൃപകൾക്കും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ ഹൃദയമാകുന്ന ദൈവാലയത്തെയും വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക വളർച്ചയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഈ ആഘോഷത്തെ പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയും ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛന്മാർക്കും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അതിൽ ഭാഗഭാക്കാകുന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. ഇവിടെ ചുറ്റുപാടുമെല്ലാം അണിയിച്ചൊരിക്കുന്ന ഈ തോരണങ്ങളും മറ്റ് അലങ്കാരങ്ങളും നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങളും എല്ലാം അപ്രകാരം ഹൃദയത്തിന്റെ നന്മയിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമുള്ള അതിന്റെ പ്രകാശനമാണ്. അതിനെ ഞാൻ ഏറെ ആദരവോടെയും നന്ദിയോടെയും ഈ ബലിയിൽ അനുസ്മരിക്കുകയും നമ്മുടെ ഈ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ഈശോ പിതാവായ ദൈവത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ള വചന സന്ദേശം ആണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ടത്. പ്രത്യേകിച്ച് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ പ്രത്യേകമായിട്ടുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മൾ വളരെയേറെ പ്രാവശ്യം ധ്യാനിച്ചിരിക്കുന്ന ഒരു വചനഭാഗമാണിത്. പഴയ നിയമത്തിൽ പല ആവർത്തി ഈ മാർഗത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നീ ഇടത്തേക്കോ വലത്തേക്കോ തിരിയരുത്, നിന്റെ ദൈവമായ കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന വഴിയെ നീ സഞ്ചരിക്കണം എന്നുള്ള വചനം നമുക്ക് സുപരിചിതമാണ്. ഇതാണ് വഴി, നീ ഇതിലേ പോവുക എന്ന യെശയ്യാ പ്രവാചകന്റെ ആ പ്രവചന ഗ്രന്ഥ ഭാഗവും നമുക്ക് സുപരിചിതമാണ്. പ്രകാരം ദൈവത്തിന്റെ വഴിയെ നിരന്തരം സഞ്ചരിക്കുവാനായിട്ടുള്ള ആഹ്വാനം പഴയ നിയമത്തിന്റെ താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ പ്രത്യേകമായിട്ട് പറയുന്നത് കാണിച്ചു തരുന്ന വഴികളോ മുന്നോട്ട് പോകേണ്ട വഴികളോ ഏതെങ്കിലും
ദിശകളെയോ ദിക്കുകളെയോ കുറിച്ചല്ല, പക്ഷെ ഈശോ തന്നെയാണ് ആ വഴി എന്നുള്ള ആ വലിയ വെളിപാട് ആണ് നമുക്ക് തരുന്നത്. ഈശോയുടെ മാർഗം എന്ന് പറയുന്നത് കുരിശിന്റെ മാർഗമാണ്, വിനയത്തിന്റെ മാർഗമാണ്, ബലിയർപ്പണത്തിന്റെ മാർഗമാണ്, ഇല്ലാതാകുന്നതിന്റെ മാർഗമാണ്, ക്ഷമയുടെ മാർഗമാണ്. ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയില് നമുക്ക് പ്രത്യേകമായിട്ട് ആ ഈശോയുടെ മാർഗം, കുരിശിന്റെ മാർഗം, നന്മയുടെ മാർഗം, മാനസാന്തരത്തിന്റെ മാർഗം, വിട്ടുകൊടുക്കലിന്റെ മാർഗം, ആ വഴിയെ സഞ്ചരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ അയൽബന്ധങ്ങളിലും ഒക്കെ എന്തുമാത്രം നമ്മള് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ പ്രാവശ്യം നമ്മുടെ മാർഗം ഈശോയുടെ മാർഗത്തിൽ നിന്ന് വിട്ടു സഞ്ചരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മള് എന്തുമാത്രം യുദ്ധങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ ഭവനങ്ങളിലും നമ്മുടെയൊക്കെ അയൽവക്കങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ അസീസിയിലായിരുന്നു ഈ പ്രാവശ്യം ധ്യാനിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലേക്ക് കടന്നു വന്നത് പരിശുദ്ധ പിതാവിന്റെ ലോകസമാധാനത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ ആ പ്രാർത്ഥനകള്, സമാധാനത്തിന്റെ പ്രവാചകനായിരുന്ന അസീസി പുണ്യാളന്റെ കബറെടുത്തെങ്കിൽ ബലിയർപ്പിച്ചപ്പോഴും പരിശുദ്ധ പിതാവിന്റെ ശ്രമങ്ങള്, ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങള്, അതിനെല്ലാം ഫലപുഷ്ടമാക്കാൻ വേണ്ടിയുള്ള പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ച അവസരത്തില് ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം യുദ്ധങ്ങളാണ് നമ്മൾ നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം യുദ്ധങ്ങളാണ് നമ്മൾ പോരാടുന്നത്. അപ്പോഴിതെല്ലാം നമ്മൾ ഈശോയുടെ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ക്ഷമിക്കുവാനും നമുക്ക് വിട്ടുകൊടുക്കുവാനും നമുക്ക് ഈശോയുടെ ആ കുരിശിന്റെ മാർഗം സഞ്ചരിക്കുവാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി വലിയ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കാണിച്ചു തന്നത് ഇതേ മാർഗമാണ്. നമുക്കറിയാം, കനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ ദുഃഖത്തിൽ അമ്മ കാണിച്ചു കൊടുത്ത മാർഗം അവൻ പറയുന്ന പോലെ ചെയ്യുക. പിന്നീട് ആ അമ്മ എപ്പോഴും അവന്റെ മാർഗം സഞ്ചരിച്ച് കുരിശിൻ ചീട്ടിൽ നിന്ന് ആ മാർഗം, ആ ബലി അമ്മയും പൂർത്തിയാക്കി. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാതൃകയും മധ്യസ്ഥവും ആ ഈശോയുടെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ആമേൻ.